members of very special music band Shankar Tribe. Tell me about Umoja. കാരണം 20 മിനിറ്റുള്ള ഒരു മ്യൂസിക്, 3 ഡിഫറെന്റ് ട്രാക്സ്, 3 ഡിഫറെന്റ് നെയിംസ്. ആ പേരുകൾ വരാനുള്ള കാരണം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. കുറെ ഗാനമേള, ട്രൂപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും പോയി. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം എന്തെങ്കിലും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയപ്പോൾ ഷോ കഴിഞ്ഞ് ഞാൻ ഡെറിക്കിനോട് ആ സ്പോട്ടിൽ ചോദിച്ചത് ഇതാണ്, ഡെറിക്കെ നമ്മളെ മാനേജ് ചെയ്യുന്നു, സെറ്റല്ലേ? എന്റെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള റെക്സ് വിജയനെയും നേഹ നായറിനെ എങ്ങനെ ചൂസ് ചെയ്തേ? അവരെങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്നത്? മലയാളം മൂവീസിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. മായാനദി, കുമ്പളങ്ങി, അങ്ങനെ റെക്സാറ്റിന്റെയും സുഷിൻ ശ്യാമിന്റെയും കുറച്ച് പടങ്ങളിൽ ഞാനും അശ്വിനും ലിബിനും എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം പട്ടിണിയായിരുന്നു ശങ്കാർ ട്രൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കാട്ടിലൊക്കെ പോകും, കാട്ടിൽ നിന്നൊക്കെയാണ് പാട്ടുണ്ടാക്കാറ്. അപ്പം പോകുമ്പം ആ സമയത്താണല്ലോ നമ്മൾ പിള്ളേരാണ്, അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ആദ്യത്തെ ദിവസമൊക്കെ നല്ല ചിക്കനും ഒക്കെ ചുടും, സെക്കൻഡ് ഡേ തൊട്ട് കഞ്ഞി മെലിഞ്ഞു വരും. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതെ, ഒന്നല്ല രണ്ടല്ല 5 വെരി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗസ്റ്റ് ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ടീമാണ്. കാരണം ഒരുപാട് ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്താം. മെമ്പേഴ്സ് ഓഫ് വെരി സ്പെഷ്യൽ മ്യൂസിക് ബാൻഡ് ശങ്കാർ ട്രൈബ്. ഹരി, മുന്ന, ജോയൽ, അശ്വിൻ ആൻഡ് ലിബിൻ. വെൽക്കം. സോ ഹൗ ഇസ് ലൈഫ്? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ലൈഫ് പൊളിയാണ് ഇപ്പോൾ. അങ്ങനെയൊക്കെ പോകുന്നു. എന്നാൽ നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്കുള്ള ഒരു ഇതാണല്ലേ, എങ്ങനെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഒറ്റ വാക്കിൽ നമ്മൾ തീർക്കും. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? അടിപൊളിയാണ്, ഹാപ്പിയാണ്. ഹാപ്പിയാണെന്ന് പറഞ്ഞ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട്. യെസ്. അപ്പോൾ നമ്മൾ ശങ്കാർ ട്രൈബിലേക്ക് വരുന്ന സമയത്ത് ഹരിയാണ് ഏറ്റവും അറ്റത്തിരിക്കുന്നത്. ഹരിയോട് തുടങ്ങാം. എന്താണ് ശരിക്കും ശങ്കാർ ട്രൈബ് ഫോർ യു? ഫോർ മീ ഫ്രീഡം. മ്യൂസിക്കിലായാലും എവിടെയായാലും നമുക്കൊരു ഇതില്ല, സ്ട്രെസ് ഇല്ല, ഫ്രീഡം ആണ്. എന്താ, എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് മ്യൂസിക്കലി, എല്ലാത്തിലും. ബ്രദേഴ്സാണ്. നൈസ്. മുന്നേക്കോ? എനിക്ക് അതാ എല്ലാവരും അതന്നെ, ബ്രദർഹുഡ്. എന്ത് തോന്നിയാസം ചെയ്യാം, എല്ലാവരും നമ്മൾ തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. മാഷാല്ലാ. അപ്പോൾ അതൊക്കെ തന്നെ. ജഡ്ജ് ചെയ്യില്ലെന്നാണോ? അതെ, നമ്മൾ തമ്മിലുള്ള ആ ഒരു, അതെ, അങ്ങനെ ഒരു ബോണ്ടാണ്. അങ്ങനെയൊക്കെ തന്നെ. ഇല്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. കംഫർട്ടബിൾ ആണ്, പിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതന്നെ മെയിൻ ആയിട്ട് അതന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതും. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നതെല്ലാം ശങ്കാർ ട്രൈബിൽ തന്നെ. ഈ 6 ആൾക്കാർ കൂടുമ്പോൾ ഉള്ള ആ ഒരു സ്പേസ് ഭയങ്കര ഒരു സ്പെഷ്യലാണ്. അശ്വിന് ഇതൊക്കെ തന്നെ എത്ര കൊല്ലായില്ലേ? ഒരു 8-10 കൊല്ലായിട്ടുണ്ടാവും ഒരുമിച്ചിട്ട്. എല്ലാ സ്റ്റേജും കണ്ട് അടിക്കടി സ്നേഹം എല്ലാം കണ്ട. അപ്പൊ അൺലോക്ക് ആയിന്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആയി, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ലിബിന് മ്യൂസിക് എക്സ്പ്ലോറേഷൻ ആണ് കൂടുതലും. എനിക്ക് പേഴ്സണലി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇതുപോലെ ഒരു കെട്ടുകളില്ല, എന്ത് വേണമെങ്കിലും നമ്മുടെ ഫ്രീഡം. ഹരി പറഞ്ഞത് അശ്വിൻ പറഞ്ഞ പോലെ 8-10 വർഷമായി. സോ ആ 8-10 വർഷത്തിന്റെ ഒരു ജേർണി എങ്ങനെയാ? ഫ്രം ദി ബിഗിനിങ് എങ്ങനെയാണ് ശങ്കാർ ട്രൈബ് തുടങ്ങിയത്? പേരെങ്ങനെയാ വന്നേ? എങ്ങനെ ഇവരെയൊക്കെ മീറ്റ് ചെയ്തേ? 2013 സ്റ്റാർട്ട് ചെയ്യുന്ന ബാൻഡ്. അതായത് ഫ്രണ്ട് ശിശിര എന്ന് പറഞ്ഞ ഫ്രണ്ടാണ് പേരിടുന്നത്, ശങ്കാർ ട്രൈബ് എന്ന് പറഞ്ഞിട്ട്. അതായത് കാലിക്കറ്റിനായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ബീച്ചിൽ ശംഖ് ഉണ്ട്. അപ്പം അങ്ങനെ ആ ശംഖായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ട്രൈബ് വേണം, നമ്മളൊരു ട്രൈബ് എന്നുള്ള ആ പേര് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ശങ്കാർ ട്രൈബായി. പിന്നെ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് മീറ്റ് ചെയ്തു. യൂത്ത് ഫെസ്റ്റിവൽ, കോളേജ് ടൈം ആയതുകൊണ്ട് ആ ടൈമിലുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവില്ല, ബി സോൺ അങ്ങനത്തെ സോൺ, അതിലൊക്കെ അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടുകൂട്ടി. എല്ലാവരും കോളേജ് ടൈമിലായിരുന്നോ ഈ ഒരു മീറ്റിംഗ് ഒക്കെ? ഇവര് രണ്ടുപേരും ആക്ച്വലി റൈവൽസ് ആയിരുന്നു. അതെ, എന്റെ എതിരാളി ആയിരുന്നു ജോയൽ. ഡ്രം സോളോ ഡ്രമ്മർ ആയിരുന്നു ആ സമയത്ത്. പിന്നെ അവിടുന്നായിരുന്നു മുന്നേ എന്നെ കണ്ടപ്പം വന്ന് സംസാരിച്ചു, ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. വീട്ടിൽ പോയിട്ട് ഞാൻ ഒന്ന് വല്ലതും ചിന്തിച്ച് ഓക്കെയാണ്. പിന്നെ ലിബിൻ ഓൾറെഡി മുന്നേ അറിയാവുന്നത്, രണ്ടുപേരും സെയിം കോളേജിലാണ് പഠിക്കുന്നത്. എന്റെ സീനിയർ ആയിരുന്നു. ഏത് കോളേജിലാ?
സെന്റ് ജോസഫ് കോളേജ് കാലിക്കറ്റ് ദേവഗിരി. കാലിക്കറ്റ്. ഓക്കെ ഓക്കെ. ഈ ആലോചിക്കാൻ ഒരു സമയം എടുത്തെന്ന് പറഞ്ഞില്ലേ വീട്ടിൽ പോയിട്ട്, അത് എന്താ ആലോചിച്ചത്? ഒന്നുമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ബാൻഡ് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആദ്യമായിട്ട്. അതിന് മുന്നൊക്കെ സെഷനായിട്ട് ഇങ്ങനെ കമേഴ്ഷ്യൽ ബാൻഡ്സിലായിരുന്നു പെർഫോം ചെയ്തോണ്ടിരുന്നത്. അപ്പം നമ്മളെല്ലാരും അങ്ങനെ തന്നെയായിരുന്നു. കുറെ ഗാനമേള, ആ ഒരു ടൈം ഗ്രൂപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും പോയി. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം എന്തെങ്കിലും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയപ്പോ അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോ അവർ നല്ലൊരു, പിന്നെ അശ്വിനെ കണക്ട് ആയി വേറെ വഴിക്ക്. അങ്ങനെ അങ്ങനെ എല്ലാരും എത്തി. പിന്നെ ഫൈനലി ഹരി എത്തി. ലാസ്റ്റ് മെമ്പർ ആണ്, ന്യൂവെസ്റ്റ് മെമ്പർ ആണ്. ഓ, 2-3 വർഷമാകുന്നു. എങ്ങനെയാണ് ആ ജേർണി പോയത്? ഫ്രം ലൈക്ക് ഒരു 8-10 വർഷം മുന്നേ മുതൽ ഇപ്പൊ 2025 എത്തി നിൽക്കുമ്പോൾ വലിയ ജേണിയാണ്. ഇതിൽ തീരും തോന്നുന്നില്ല. അങ്ങനെ സ്റ്റോറി ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതിൽ കുറെ പല എന്നാലും പെട്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന 2-3 ഇൻസിഡൻസോ അല്ലെങ്കിൽ ഒരു സാധനം പറയാൻ പറ്റുമോ? അതായിരുന്നു നമ്മുടെ നല്ലൊരു ഷോ ആയിരുന്നു. എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ഷോ? ആ ഷോനെ പറ്റി അശ്വിൻ പറയട്ടെ. കുറെ ഫിൽട്ടർ ആയിട്ടുണ്ട്. ലൈക്ക് നമ്മളെ മെമ്പേഴ്സ് തന്നെ മുന്നേ ഈ കാണുന്ന മെമ്പേഴ്സ് അല്ലായിരുന്നു. ഒരു 2 പേര് വേറെ ഉണ്ടായിരുന്നു. ഐഡിയോളജി ഡിഫറൻസസ് ഉണ്ടായി. അപ്പോൾ കുറെ ഫിൽട്ടറായി നമ്മളെ പ്രൊഡക്ഷനിലായാലും മ്യൂസിക്കൽ ടേസ്റ്റിലായാലും എല്ലാം നമുക്ക് ഇനീഷ്യലി തോന്നുന്ന ഐഡിയാസ് ഒക്കെ തുപ്പി കളഞ്ഞിട്ട് പിന്നെയാണ് ആ ഫ്രഷ് ഐഡിയാസ് വന്നു തുടങ്ങിയത്. ഓക്കെ. ഇപ്പൊ കേൾക്കുന്ന നിങ്ങൾ കേൾക്കുന്ന അതെ ഇപ്പൊ കേൾക്കുന്ന മ്യൂസിക് എല്ലാം നല്ല ഇവോൾവ് ആയിട്ടുള്ളത്. അതെ ശരിയാ. നമുക്ക് തന്നെ ഫ്രഷ് ആണ്. ഇപ്പൊ പറഞ്ഞ പോലെ ജോണർ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ ഒന്ന് ഏതാ ജോണർ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ കേട്ട് വന്നിട്ടില്ല. വർഷങ്ങളായിട്ടും ഫ്രഷ്നെസ് കളയാതെ സൂക്ഷിക്കുന്നത് ഒരു ഭയങ്കര അതെ അത് നമുക്കത് നമ്മൾ കൂടുമ്പോ ജാം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണത്. അതൊരു വരം പോലെ അല്ലെ, ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതാണ് മാജിക്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബാൻഡ് എന്ന് പറയുന്ന സാധനം നമ്മളെല്ലാരും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കണക്റ്റഡ് ആണ് എല്ലാരും. പിന്നെ സ്നേഹമുണ്ട്. എല്ലാരും പൊതുവെ ബാൻഡുകൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നമ്മളെ ബാൻഡ് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആണ്. എല്ലാരും തമ്മിലൊരു എന്തും പറയാം, മുഖത്ത് നോക്കി തെറി പറയാം, ചീത്ത വിളിക്കാം, മനസ്സിലായി. അത് അങ്ങനെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ആൾക്കാരല്ല. എല്ലാരും പറയാറുണ്ട്, പക്ഷെ നമ്മൾ തെറി വിളിക്കുന്നത് കുറവാണ് കേട്ടോ. ആവശ്യം വരാറില്ല. അതെ ആവശ്യം വരാറില്ല. എല്ലാരും അത്രയും പീസാണ്. എല്ലാരും കണ്ടാൽ തന്നെ അറിയില്ലേ നമ്മള് പീസ്ഫുൾ ആണ്, ഭയങ്കര എവിഡൻസ് ആണ്. അതെ. പിന്നെ ഇൻസ്പയർഡും ആണ്. ലൈക്ക് ഇപ്പൊ നമ്മളൊരു പിയർ ഗ്രൂപ്പിൽ നിൽക്കുന്ന മാതിരി ഒരു ഫീൽ അല്ല. ലൈക്ക് എല്ലാരും അവരുടേതായ ഇത് യൂണിക്നെസ് എല്ലാരും സ്റ്റഡി ചെയ്യുന്നുണ്ട്. എല്ലാരും ഇങ്ങോട്ട് ഇൻസ്പയർഡ് ആണ്. എല്ലാവർക്കും ശരിക്കും നിങ്ങളുടെ തന്നെ മ്യൂസിക് നിങ്ങളുടെ ഒരു എന്താ പറയുക പേഴ്സണൽ ഹീലിംഗിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്സ് ആവാം, ഫാമിലി ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ മ്യൂസിക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും. എന്താ വെച്ചാൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പം നമുക്ക് ഹീലിംഗ് എന്തായാലും മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ തന്നെയാണ്. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും വേറൊരു സോൺ, വേറൊരു വേൾഡിൽ എത്താറുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ ജാം ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്തെത്തി അവിടെ നിന്നുള്ള ആ വൈബും അങ്ങനെയൊക്കെ പിടിച്ചാണ് പുതിയ ട്രാക്സ് ഉണ്ടാക്കാറ്. ലൈക്ക് അല്ലേ? അപ്പം ആ ഒരു സാധനം ഫാമിലിയെ പറ്റി ചോദിച്ചില്ല. എവിടെ സ്ഥലം? എവിടെ? ഞാൻ കാസർഗോഡ്. വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടൻ. ഞാൻ കാലിക്കറ്റാണ്. അപ്പ അമ്മ, മമ്മയുടെ ഗ്രാൻഡ് മദർ, സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ ഹസ്ബൻഡും ദുബായിലാണ് സെറ്റിൽഡ്. അങ്ങനെ പോകുന്നു. ഇപ്പൊ ബാംഗ്ലൂരാണ്. ഇപ്പൊ ബാംഗ്ലൂർ. ജോയലിന്റെ? എൻ്റെ വീട്ടിൽ ഞാൻ കണ്ണൂരാ സ്ഥലം. വീട്ടിൽ പപ്പ, അമ്മ, ചേട്ടൻ്റെ വൈഫ്, അവര് കാനഡയിലാണ്. പിന്നെ ഞാനുണ്ട് അവിടെ വീട്ടില്. ബാംഗ്ലൂർ അല്ല, ബാംഗ്ലൂർ. ട്രാവലിംഗ് തന്നെ, ബാംഗ്ലൂർ, കൊച്ചി, കാര്യങ്ങളൊക്കെ ആയിട്ട്. അച്ഛനമ്മ, ഞാന്, ചേച്ചിന്റെ കുട്ടി, ഹസ്ബൻഡ്, ചേച്ചിന്റെ കല്യാണമാണ് അടുത്ത വർഷം. അടുത്ത വർഷമല്ല, അപ്പൊ ആളും കൂടി വരും. അപ്പൊ ഒരാളും കൂടെ. മാരീഡ് ആണ്. വൈഫ് എലീഷ ഇന്നലെ ഷോന് പാടിയിരുന്നു. ബാൻഡ് മെമ്പർ തന്നെയാണ് പുള്ളിക്കാരി. നമ്മുടെ എല്ലാ ട്രാക്കിലും ഒരു എവിടെയെങ്കിലും ഒരു വോക്കൽ പാർട്സ് പുള്ളിക്കാരി പാടാറുണ്ട്. പിന്നെ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് 1 2 3 4 ക്ലിക്കിൽ നമ്മൾ മാത്രം കേൾക്കുന്ന ഒരു സംഭവം പുള്ളിക്കാരിയുടെ സൗണ്ട്. അപ്പം പുള്ളിക്കാരി ഉണ്ട് നമ്മുടെ കൂടെ. ഓൾവേസ് ഉണ്ട്. ലിബിന്റെ വീട് എവിടെയാ? കാലിക്കറ്റ്. കാലിക്കറ്റ്. ശരിക്കും നിങ്ങളുടെ ഫാമിലി എന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയാണ്? ഇതുപോലൊരു മ്യൂസിക് ബാൻഡായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, പുതിയ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത്, ഇതുപോലെ പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ ആ സപ്പോർട്ട് എങ്ങനെയാ? ഞെട്ടിച്ചുണ്ട്. നല്ല സപ്പോർട്ടീവ്. സപ്പോർട്ട് കാരണം തന്നെയാണ്. അതെ, സപ്പോർട്ട് കാരണം തന്നെയാണ്. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മൊമെന്റ് ഓർത്തെടുക്കാൻ പറ്റുമോ? പാരന്റ്സിന്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു അപ്രീസിയേഷൻ അങ്ങനെ എന്തെങ്കിലും? എന്റെ ഫാമിലി, പപ്പ മ്യൂസിഷ്യനാണ്. ഹരിന്റെയും
ആ ഫാമിലിയിൽ മ്യൂസിക് ഉണ്ട് നമ്മുടെ കുടുംബപരമായി ചേട്ടനും മ്യൂസിഷ്യനാണ്. മുന്നേടെയും പപ്പ പാടും പപ്പ കൊട്ടും അങ്ങനെ ചെറുതായിട്ടൊക്കെ ഉള്ള സപ്പോർട്ടിന് ഇതുവരെ അങ്ങനെ ഒരു കുറവ് വന്നിട്ടില്ല. ഇല്ല അറിയാം. ഒരു ഭയങ്കര ഡാർക്ക് സംഭവം ഉണ്ടായിരുന്നു. അതിന് ശേഷം തോന്നുന്നു ഭയങ്കര ലൈറ്റ് ആയത് വീട്ടില്. എന്താ ഞാന് +1 +2 പഠിക്കുമ്പോ ബാൻഡിന്റെ പ്രാക്ടീസ്, ഞാൻ അന്ന് ബാൻഡുകള് ജോയിൻ ചെയ്ത് ഇങ്ങനെ പ്ലേ ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈമാ, ഓർക്കസ്ട്ര ഒക്കെ വിട്ടിട്ട്. അപ്പോ ഈവനിങ് ആകുമ്പം കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആ സോണിലായിട്ട് കുറേ നേരമായി, നമ്മൾ ടൈം പോകുന്ന അറിയുന്നില്ല. വീട്ടുകാർ വിചാരിച്ച് ഞാനെന്തോ അപകടത്തിൽ പെടുക, എന്റെ ആരെ തട്ടിക്കൊണ്ടുപോയി, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ വീട്ടിൽ ചിലപ്പോ ഫുൾ ആൾക്കാരവിടെ, നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാരും അവിടെ. ഞാൻ എത്തുമ്പോ അമ്മ കരഞ്ഞിരിക്കുന്നു അവിടെ പോയി എന്നുള്ളത്. അശ്വ മേടിച്ചോ വീട്ടില് ആ ഇതെന്താ അവിടെ. പിന്നെ കുറെ ചീത്തയായിട്ട് നല്ല അടിയൊക്കെ കിട്ടി. അടി കിട്ടി അതിനകത്തൊന്നും ലൈറ്റ് പിന്നെ സപ്പോർട്ടായി. ഫുഡിന്റെ വേണ്ട. അല്ല ഫുഡിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പട്ടിണിയായിരുന്നു ശങ്ക ട്രൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോ പറഞ്ഞ പോലെ കാട്ടിലൊക്കെ പോകും, കാട്ടിൽ നിന്നൊക്കെയാ പാട്ടുണ്ടാക്കാറ്. അപ്പം പോകുമ്പം ആ സമയത്താണല്ലോ നമ്മള് പിള്ളേരാണ്, അപ്പം അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പട്ടിണിയായിരിക്കും ആദ്യത്തെ ദിവസമൊക്കെ, നല്ല ചിക്കനും ഒക്കെ ചുടും. സെക്കൻഡ് ഡേ തൊട്ട് കഞ്ഞി ഇങ്ങനെ മെലിഞ്ഞു വരും. മെലിഞ്ഞു വരും. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതെ, അപ്പം അശ്വിൻ അന്ന് വേറെ 2 ബാൻഡിലും ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ പോയി തിരിച്ചു വരുമ്പോ അശ്വിൻ സെറ്റാണ്. ഇതിന്റെ നമ്മളെ ജാമ്യം കഴിഞ്ഞു പോകുമ്പം അശ്വിൻ മെലിഞ്ഞാകെ. അവന്റെ അമ്മ കുറച്ച് ഡാർക്കായിരുന്നു. ശങ്ക ട്രൈബിലാണോ പോയത് നമുക്ക് മനസ്സിലാവും. അമ്മ ചോദിക്കും, അല്ല ചുമ്മാ തമാശയായിട്ട് പറഞ്ഞത്. ശരിക്കും അപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലൈക്ക് അതിന്റെ പ്ലാനിങ് എങ്ങനെയാ, എങ്ങോട്ടാ പോകണം അല്ലെങ്കിൽ എന്താ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാ? പൊതുവെ നമ്മൾ അറിയുന്ന നമ്മളെ സർക്കിളിലൊക്കെ തന്നെയുള്ള ഫ്രണ്ട്സിന്റെ ആരത്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അറിയുന്ന നല്ല പ്രോപ്പർട്ടി. പിന്നെ അതല്ലാതെ ഓൾസോ നമ്മളെ മാനേജ് ചെയ്യുന്ന മാനേജർ ഡെറിക് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ കോണ്ടാക്ട്സിലും പുള്ളിയാണ് എല്ലാം നമ്മുടെ എല്ലാം സോർട്ട് ചെയ്യുന്ന ഒരു മച്ചാൻ. മാനേജർ, മോർ ദാൻ മാനേജർ, ബ്രദർ. നമ്മൾ 5 പേരാണെങ്കിൽ നമ്മുടെ 6 പേരുടെ ഡെറിക്കിനെ വിളിച്ചാലോ? ജോസ്. ശരിക്കും ലൈവ് പെർഫോമൻസിന്റെ സമയത്ത് ഇവരുടെ പെർഫോമൻസിന് മുൻപും പിൻപും ഡെറിക്കിന്റെ വോയിസ് ആണ് വരുന്നത്. ശരിക്കും എങ്ങനെയാ ഇവരെ മാനേജ് ചെയ്യുന്നത്? എത്ര ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ അതോ ഭയങ്കര ഈസി ഗോയിങ് ആണോ? ഡിഫിക്കൽട്ട് അല്ലേ, ഭയങ്കര ഈസി ആയിട്ടുള്ള പണിയത്. ഇവരെ മാനേജ് ചെയ്യാന്ന് തോന്നുന്നില്ലല്ലോ. മാനേജ് ചെയ്യാൻ തോന്നുമ്പോഴാണ് അത് ഒരു ബുദ്ധിമുട്ടാവുന്നത്. ഇത് നമ്മളിങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ പോവാണ്. അതാ നമുക്കും അങ്ങനെ തന്നെയാണ്. ഡെറിക് പറഞ്ഞ പോലെ മാനേജറിനെക്കാളും ബ്രദർ. ലൈക്ക് നമ്മൾ 5 പേര് എന്ന് പറഞ്ഞ പോലെ 6 പേരാണ് നമ്മൾ. അപ്പൊ ഇനിയുണ്ട് നമ്മളെ ടീമിൽ, ഇനിയും പേരുണ്ട്. 6 പേരിന്ന് ഇപ്പൊ ചുരുക്കിയതാ. ടീം ലൈക്ക് ഭാര്യമാരും ഉണ്ട്, അതുപോലെ ഇനിയും ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ ഉണ്ട് നമ്മുടെ ആൾക്കാര്. നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഫാമിലി പോലെ തന്നെ കമ്മ്യൂണിറ്റി പോലെ കുറെ പേരുണ്ട്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഗിഗിന് പോയി കഴിഞ്ഞാൽ നമ്മള് ഹോട്ടലിൽ മുറിയെടുക്കുന്നവരെ ഒരു വലിയ വീട് എടുക്കുക. കാരണം പരിപാടി കഴിഞ്ഞ് കുറെ പേര് അങ്ങോട്ടേക്ക് വരാനുണ്ടാവും. അപ്പൊ ഹോട്ടലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നങ്ങൾ, അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ അങ്ങനെയാണ് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ, കൊച്ചി, കോഴിക്കോട്, പിന്നെ ബാംഗ്ലൂർ. നമ്മളിനി അൺഹേർഡ് സൗണ്ട്സിലേക്ക് വരാണ്. കാരണം പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം മുന്നേ ഒരു 3 കൂടുതൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നുണ്ട് ഒരു പെർഫോമൻസിൽ. അതുപോലെ ഇപ്പൊ നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന ഈ ഇൻസ്ട്രുമെന്റ്സ്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാൻ പറ്റും. ഇത് എവിടുന്നാ കണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ജേർണി എങ്ങനെയാ, ഇതിനെപ്പറ്റി എവിടുന്നാ കേട്ടെ, ഇതൊക്കെ എവിടുന്നാ കൊണ്ടുവന്നേ? ഹാൻഡ് പാൻ എന്ന് പറയുന്നതാണ്, ഇതാണ് ഇൻസ്ട്രുമെന്റ്, ഹാൻഡ് പാൻ. ഇത് ഫസ്റ്റ് മെലോഡിക് പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പം ഞാൻ പെർക്കഷൻ ആയതുകൊണ്ട് മെലഡി വായിക്കാൻ പറ്റുന്ന ഒരു പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്. അപ്പം അത് കിട്ടി. അത് കണ്ടപ്പം യൂട്യൂബിലാണ് ഫസ്റ്റ് വീഡിയോ കാണുന്നത്. അപ്പം ഇത് കുറച്ച് കാലം മുമ്പേ, ലൈക്ക് ഒരു 6-7 ഇയേഴ്സ്. ഈ സമയത്ത് ഇത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഭയങ്കര അതായത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു ആ സമയം. അപ്പം ഒരു 4 ഇയേഴ്സ് ഇതിന്റെ പിറകെ നടന്നിട്ടാണ് കിട്ടുന്നത്. അതായത് ഇത് ഭയങ്കര ലിമിറ്റഡ് ആയി ഇൻസ്ട്രുമെന്റ് അന്ന് ഉണ്ടാക്കിയ സമയം. ഇപ്പം ഇന്ത്യയിലൊക്കെ ഉണ്ട്, കുറെ മേക്കേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു. അങ്ങനെ ഇത് വേണം തന്നെ എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്തു. അങ്ങനെ കിട്ടി. അത് സ്വിറ്റ്സർലാൻഡിലെ ഒരു മച്ചാനായിട്ട് നമ്മൾ കുറേ പേരെ നമ്മൾ കണക്ട് ചെയ്തിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ പൈസ വരെ ഇട്ട് കൊടുത്ത് അത് തിരിച്ച് കിട്ടില്ല എന്നുള്ള അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഹാർഡ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഒരു സ്വിറ്റ്സർലാൻഡിൽ ഒരു മച്ചാനായിട്ട് കണക്ട് ആയി. മച്ചാൻ അയച്ചു തന്നു.
അങ്ങനെ കിട്ടി ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ്. അത് ഇതല്ല, അത് വേറെ എഫ് അപ്പൊ മൈനർ. ഇതുകൊണ്ട് ഇങ്ങനെ പ്ലേ ചെയ്യാൻ പോകുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ആവില്ല? ആദ്യം ആൾക്കാർ നോക്കുമ്പോൾ ഇതെന്താ സംഭവം? ഉറപ്പായിട്ടും പല ചോദ്യങ്ങളും. ബിരിയാണി ചെമ്പാണോ, അങ്ങനെ പല 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 സാധനങ്ങൾ. അതെ, കോഴിക്കോട്. സോ അങ്ങനെ കുറെ സംഭവങ്ങൾ മനസ്സിലാവില്ല ഫസ്റ്റ് ടൈം കാണുമ്പോൾ. ഇതെന്താ, ബാഗ് ഉണ്ട്, ഒരു ബാഗ് ഇട്ട് പോകുമ്പോൾ ആൾക്കാർ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കും. കുറച്ച് ഹ്യൂജ് ഇൻസ്ട്രുമെന്റ് അല്ലേ. പക്ഷെ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് നോക്കിയാൽ പിന്നെയും എന്തോ എനിക്ക് പേഴ്സണലി ഈ ഇൻസ്ട്രുമെന്റിന് എങ്ങനെ ഈ സൗണ്ട് വരുന്നുള്ളത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആ. എങ്ങനെ ഈ ഒരു സ്റ്റീലാണ്, ഇത് സ്റ്റീലാണ്, മെറ്റലാണ്. അപ്പം അത് ഒരു ടോൺ ട്യൂൺ ചെയ്തിരിക്കുക. അപ്പം ഈ ഫ്ലാറ്റ് ആയിരിക്കുന്ന സ്ഥലത്താണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അവിടെ ചെയ്യുമ്പോൾ ആ നോട്ട് വരുന്നതാണ്. താഴെ ഹോൾ, ഈ ഹോളിന്റെ വൈബ്രേഷൻ ആണ്. ഇതിപ്പോ എങ്ങനെ പഠിക്കാൻ പറ്റുക? ഞാൻ പഠിപ്പിച്ചു തരാം. താങ്ക്സ്. ഇല്ല, പഠിപ്പിക്കുന്നതായിട്ട് ആരും പഠിപ്പിക്കുന്നില്ല. പക്ഷെ വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫെസ്റ്റിവൽ ചെയ്യുന്നുണ്ട്, ബ്ലൂമിൻ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഫെസ്റ്റിവൽ നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ്. അപ്പൊ അതിന്റെ ഡെറിക്കാണ് അതിന്റെ ബ്ലൂമിൻ ഗ്രീന്റെ വീണ്ടും ബ്ലൂമിംഗ് ഗ്രീൻ എന്നാണ് ബാൻഡിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ ആദ്യത്തെ ബ്ലൂമിംഗ് ഗ്രീൻ ചെയ്യുമ്പം ഒന്ന് ബാൻഡിനെ വിളിച്ചിരുന്നു. ആ സമയത്ത് ഇവര് ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ആയി, ഐ മീൻ ഒരു ആക്സിഡന്റ് ആയിട്ട് സെപ്പറേറ്റ് ആയി നിൽക്കായിരുന്നു, ബാൻഡ് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാതെ. പിന്നെ അപ്പോൾ ആ ബ്ലൂമിംഗ് ഗ്രീനിന് നടന്നില്ല. രണ്ടാമത്തെ ഇയറിൽ വിളിച്ചപ്പോൾ വന്നു. അപ്പോൾ ഇവർക്ക് മാനേജറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് എനിക്കിങ്ങനെ മാനേജിങ്ങിൻ്റെ പരിപാടികളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ശങ്കർ ട്രൈബ് കണ്ട് ഞെട്ടിപ്പോയി. അപ്പം തന്നെ ഇങ്ങനെ ഫാൻ ആവുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇത് എത്ര നാൾ എവിടെയായിരുന്നു എന്നുള്ളത്. അപ്പം എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ മുന്നേ ചോദിക്കുന്നുണ്ടായിരുന്നു. ഷോ കഴിഞ്ഞതും അവിടെ എത്തിയപ്പോൾ പറഞ്ഞ പോലെ നീ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മള് ബ്ലൂമിംഗ് ഗ്രീനിൽ പ്ലേ ചെയ്യാൻ പോയി. അപ്പൊ അവിടുത്തെ ഓണും അവിടുത്തെ ആ പിള്ളേരുടെ പരിപാടി കണ്ടപ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷോ കഴിഞ്ഞ് ലാസ്റ്റ് ഡെറിക്ക് നമ്മളെ വന്ന് കണ്ട സമയത്ത് ഞാൻ ഡെറിക്കിനോട് ആ സ്പോട്ടിൽ ചോദിച്ച ഇതാണ്, ഡെറിക്കെ നമ്മളെ മാനേജ് ചെയ്യുന്നു, ഡെറിക്ക് അതേപോലെ പോയാലോ അല്ലേ. മാനേജിങ് എന്താണെന്ന് അറിയില്ലായിരുന്നു, ഒരു കാര്യം അറിയില്ലായിരുന്നു, മ്യൂസിക്കിനെ പറ്റിയോ ബാൻഡിനെ പറ്റിയോ. പിന്നെ പറഞ്ഞു നമുക്ക് അതൊക്കെ വഴിയെ പഠിക്കാം. അതാണ് മനപ്പൊരുത്തം അല്ലേ. നമുക്ക് വേണമെന്നുണ്ട്, ഡെറിക് ഇസ് റെഡി ടു ഗോ. പിന്നെ അങ്ങനെ അങ്ങ്. ആൻഡ് മറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി ഡിജറിഡോ എന്നാണ് ആ ഇൻസ്ട്രുമെന്റ് പേര്. അത് അബോർജിനസ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് വുഡിലാണ്, യൂക്കാലി അങ്ങനെ പല വുഡുകൾ കാർവ് ചെയ്തിട്ടുണ്ടാക്കും. പിന്നെ ഇതൊരു മെഡിറ്റേറ്റീവ് ആണ്, വൈബ്രേഷൻ ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിൽ സൂക്കട് വരെ മാറ്റാൻ പറ്റും എന്ന് പറയുന്നുണ്ട് പണ്ടത്തെ ട്രൈബൽസ്. സോ മ്യൂസിക് തെറാപ്പി. അപ്പം ഇതും പയ്യെ പഠിച്ച ഇൻസ്ട്രുമെന്റ് ആണ്. കുറെ സമയം എടുത്തിട്ടുണ്ട്. ഇപ്പോഴും സെൽഫ് ലേൺ ചെയ്താണോ? യെസ്, എല്ലാം നമ്മൾ സെൽഫ് ലേൺ തന്നെയാണ്. ഇതൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാ, നഫ്സൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാ. അവനും ഡിജറിഡോ ഗുഡ് പ്ലെയർ ആണ്, നല്ല ആർട്ടിസ്റ്റാണ്. ഇത് ജംബെ, ഇത് ഇത് അറിയുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഇപ്പം എല്ലാവരും കാണുന്ന ഇൻസ്ട്രുമെന്റ് ജംബെ. പറഞ്ഞേ, ഞാൻ പറയുന്നില്ല, കൊട്ടാനെ അറിയുന്നല്ലേ. അപ്പോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ ജംബെ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് ആണ്. ആഫ്രിക്കൻ ഇൻസ്ട്രുമെന്റ്, ആഫ്രിക്കയിലാണ് ഇത് കണ്ടുപിടിച്ചത്. പിന്നെ അത് വേൾഡ് മൊത്തം എത്തിയത് ഇപ്പം കോമൺ ആണ്, എല്ലാവരും യൂസ് ചെയ്യുന്നു. ശരിക്കും നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള പുതിയ ഇൻസ്ട്രുമെന്റ്സ് കാണുകയും അതിനെപ്പറ്റി അറിയുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? അതായത് പപ്പ കളക്ട് ചെയ്യുന്നു പണ്ട് മുതലേ, എന്തെങ്കിലും ട്രാവൽ ചെയ്യുന്നു. അപ്പൊ പപ്പ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട അത് ആ ചെറുപ്പം മുതലേ ഉണ്ട്. എന്തെങ്കിലും പുതിയത് കണ്ടാൽ അത് മേടിച്ച് അത് ഒരു കളക്ഷൻ പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ എല്ലാം മിസ്സായി. ഇപ്പൊ കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ല നമ്മളതിൽ. പക്ഷെ കുറച്ച് മുമ്പേ വരെ കുറെ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് ആ ഒരു സാധനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം എല്ലാവരും പുതിയ ഇൻസ്ട്രുമെന്റ് കണ്ട അല്ലേ പിന്നെ എക്സൈറ്റഡ് ആവുന്ന ആൾക്കാരാണ്. ശരിക്കും ഒരു ഇന്റർനാഷണൽ ലെവലിൽ വരെ നിങ്ങളുടെ ഒരു എത്തിയൊരു മ്യൂസിക് ട്രാക്ക് ഉണ്ട്. അതിന്റെ കമന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കേരള ലവ് എന്നൊക്കെയാണ്. പക്ഷെ ആ കേരള ലവ് എന്ന് പറയുന്ന ട്രാക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. ശരിക്കും എങ്ങനെയാണ് ഈ സജൻക ആ മ്യൂസിക് എടുക്കുകയും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് ഏത് ഫെസ്റ്റിവലിന്? സജൻക തന്നെ നമ്മളെ അപ്രോച്ച് ചെയ്തതാ. അത് ട്രാക്ക് റിലീസ് ചെയ്തു. അത് ഇങ്ങനെ ഇന്റർനാഷണൽ വൈറൽ ആവുമെന്ന് നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഈ ജോണറും ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ സജൻകക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി വിളിച്ചു, ഡെറിക്ക അതിനെ കോൺടാക്ട് ചെയ്ത്. ട്രാവലിംഗ് ജിപ്സീസ് ഇന്റർനാഷണൽ ആ ഒരു എക്സ്പീരിയൻസ് പറയോ, എങ്ങനെ എന്താ തോന്നിയെന്നുള്ളത്? ഒന്നുമില്ല, അവർക്ക് നമ്മൾ ട്രാക്ക് അയച്ചു കൊടുത്തു. ബാക്കി പുള്ളി തന്നെ വർക്ക് ചെയ്ത് പുള്ളി നമുക്ക് അയച്ചു തന്നു. നമ്മൾ ഓക്കെ ആണോ എന്ന് പറഞ്ഞു, നമുക്ക് ഇഷ്ടപ്പെട്ടു, അത് റിലീസ് ചെയ്തു. അങ്ങനെ അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? വളരെ സന്തോഷമാണ്.
അല്ലേ എന്താ സന്തോഷമുണ്ട് അതൊക്കെ സന്തോഷമുണ്ട്. കാണുമ്പോൾ. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു അതാ ഇന്റർനാഷണൽ ലെവലിൽ പോകുന്ന അല്ലേ, നല്ല സന്തോഷമുണ്ട്. ഇൻസ്ട്രുമെന്റ് ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ട്രാക്കാണ് നമ്മൾ ഇനി റിലീസ് ചെയ്യാൻ പോകുന്നത്. അത് മലയാളം ഒരു ഫീച്ചർ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ. അതാ നമ്മൾ റിലീസ് ചെയ്ത ഉമോജ എന്ന് പറഞ്ഞ അതിൽ ഫസ്റ്റ് മലയാളം ഒരു ട്രാക്ക് വരുന്നുണ്ട്. നേഹ നായർ അതിലേക്ക് വരാണ്. ബിഫോർ ഉമോജ നമുക്ക് ഏറ്റവും എന്റെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള റെക്സ് വിജയനെയും നേഹ നായറിനെ എങ്ങനെയാ ചൂസ് ചെയ്തത്? അവരെങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്നത്? ഫേവറേറ്റ് ആയതുകൊണ്ട് റെക്സിജൻ നമ്മളെ ഫസ്റ്റ് ട്രാക്ക് മുതൽ പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്. ലൈക്ക് ബ്രദർ, ഇതേ പറഞ്ഞ പോലെ നമ്മളെ ടീമിലും നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ട്രൈബ് ബ്രദർ ജി ആണ്. അപ്പം അതെ, അപ്പം പുള്ളിയെ നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ കാണുന്ന എല്ലാവരും പറയുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളി വേണം എന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ്, എല്ലാവരെയും ആഗ്രഹം പോലെ നമുക്ക് കിട്ടി പുള്ളീനെ. അപ്പോൾ പുള്ളിയുണ്ട് നമ്മുടെ കൂടെ ഇപ്പോഴും, ഫുൾ സപ്പോർട്ട്. എല്ലാ ട്രാക്കിലും പുള്ളിയുടെ കൈകളുണ്ട്. ഇനി വരുന്ന റിലീസ് ചെയ്യുന്ന ട്രാക്കുകളും ഇപ്പോൾ വേറെ ട്രാക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്നു പണിപ്പുരയിലാണ്. പുള്ളി പ്രചോദനം തരും എപ്പോഴും. അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും അതിൽ കൂടുതൽ ഒരു വാലിഡേഷൻ ഒരു മോട്ടിവേഷൻ ഇല്ല അല്ലേ? നമ്മൾ ഒരുമിച്ച് പ്ലേയും ചെയ്തു. നമ്മൾ ബ്ലൂമിംഗ് ഗ്രീൻ ലാസ്റ്റ് ഇയർ പ്ലേ ചെയ്തപ്പോൾ പുള്ളീനെ നമ്മൾ ഫീച്ചർ ചെയ്തു. ഓ, ഇപ്പൊ അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ടെൽ മീ അബൌട്ട് ഉമോജ. കാരണം 20 മിനിറ്റുള്ള ഒരു മ്യൂസിക്, 3 ഡിഫറെന്റ് ട്രാക്സ്, 3 ഡിഫറെന്റ് നെയിംസ്. ആ പേരുകൾ വരാനുള്ള കാരണം, അല്ലെങ്കിൽ എന്താണ് ആ മ്യൂസിക്കിനെ പറ്റിയിട്ട് പറയാനുള്ളത്? അതും ഈ ട്രാവലിൽ വന്നതായി. ലൈക്ക് 3 ട്രാക്കും നമുക്ക് ഒരുമിച്ച് ചെയ്യണം എന്ന് തോന്നിയത് നമ്മൾ കമ്പോസ് ചെയ്തതിന് ശേഷം കേട്ട് നമ്മൾ പിന്നെ മെല്ലെ ഡിസിഷൻ എടുത്തതാണ്. അപ്പോൾ പേരുകളും നമ്മൾ പല പേരുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ. പക്ഷേ ഇത് ഈ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ റിലീസ് ചെയ്യാമെന്ന് തോന്നിയപ്പോൾ നമ്മളൊരു ആഫ്രോ, നമ്മൾ ജോണറും കുറേ ഈ ഗ്രൂവ് ഒക്കെ കാരണം നമ്മൾ ആഫ്രിക്കൻ ആയിട്ടൊരു കണക്ഷൻ നമ്മളായിട്ട് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആഫ്രോ നെയിം വേർഡ്സ് ആണ് ഈ ഉമോജ. ഉമോജ എന്ന് പറഞ്ഞാൽ യൂണിറ്റി എന്നാണ്. ഉമോജ. അപ്പം യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. എല്ലാവരും എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ അപ്പം യൂണിറ്റി ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പോവും, പിന്നെ വരണം. അപ്പോൾ ഒന്ന് വരും. അപ്പം ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ബേസിക്കലി പറയുന്നത്. അപ്പം അതിലുള്ള ഉമോജോയിലെ അണ്ടറിൽ വരുന്നതാണ് 3 ട്രാക്ക്. കർമ്മി, പിന്നെ മാസോ, ഇത്തമ്പ. അപ്പം മാസോ, കർമ്മി എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്ത ആൾ. മാസോ എന്ന് പറയുമ്പോൾ സിസ്റ്റേഴ്സ് എന്നാണ് അർത്ഥം. ആഫ്രിക്കൻ സുലു. ഈ 3 പേരും. ഇത്തമ്പ എന്ന് പറഞ്ഞാൽ ഹോപ്പ്. അപ്പം ഇത് 3 കൂടെ കൂടിയിട്ടുള്ള ഒരു ആൽബം, EP. അപ്പം 3 കൂടെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഉമോജനെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഇൻഡിവിജ്വൽ ട്രാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കർമ്മീനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? കർമ്മി പറഞ്ഞ പോലെ ഫസ്റ്റ് മലയാളം ട്രാക്കാണ് ശങ്ക ട്രൈബിൻ്റെ. അതായത് ഫീച്ചർ ചെയ്യുന്ന നേഹ നായർ. അപ്പോൾ പുള്ളിക്കാരിനെ വെച്ചിട്ടുള്ള ചെയ്യുമ്പോൾ അല്ലേ, ആദ്യത്തെ ലിറിക്കൽ മലയാളം ശങ്ക ട്രൈബ് ഒരു ട്രാക്കാണ്. അതെ. സെക്കൻഡ് ട്രാക്ക് മാസോ സിസ്റ്റേഴ്സ് എന്നാണെങ്കിലും അതിൽ ബ്രദർഹുഡ് ഉണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ എബ്സ്ട്രാക്ട് രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് എന്ത് കിട്ടുന്നോ അതിൽ അത്രേ ഉള്ളൂ. ബാക്കി ജേണിയാണ്, ട്രാവലാണ്. എല്ലാ ട്രാക്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രാവൽ, അതായത് ട്രിപ്പ്. ആൾക്കാർക്ക് കിട്ടുന്ന ട്രിപ്പ്, ആൾക്കാർക്ക് ഇൻഡിവിജ്വലി കിട്ടുന്ന എന്താണോ അത് അങ്ങ് എടുക്കട്ടെ, അല്ലാതെ നമ്മളൊന്നും പറയുന്നില്ല. എന്ത് തോന്നുന്നു ഇൻഡിവിജ്വലി നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഓരോന്ന് കിട്ടുന്നത്. ഓ, അത് അങ്ങനെ ഉണ്ടോ? പക്ഷെ ഒരു സ്റ്റോറി ഉണ്ടാവും. പക്ഷെ എന്നാലും കിട്ടുന്നത് എല്ലാവർക്കും പലതായിരിക്കും. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതും എനിക്ക് കിട്ടുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങളത് ഷെയർ ചെയ്യോ? അത് ഷെയർ ചെയ്യുന്നതും ഉണ്ട്, ഷെയർ ചെയ്യാത്ത എന്തുകൊണ്ട് എന്നുള്ള ഇപ്പൊ മനസ്സിലായി. അപ്പൊ അത് അങ്ങനെ അങ്ങനെയല്ല. ഐ മീൻ ഓരോ സമയത്ത് ലൈവ് പ്ലേ ചെയ്യുന്ന സമയത്ത് ഓരോ ഡിഫറെന്റ് ഫീലാ. ഒരിക്കൽ ചില സമയത്ത് ഭയങ്കര ഒരു വിഷമത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഉണ്ടാവും, ചിലത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിക്ക് പേഴ്സണലി മാസോ പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈവിലേക്ക് കിട്ടാറുണ്ട്. ഇമോഷണൽ ആവാറ് സംടൈംസ്. അത് ഇവരോട് പറഞ്ഞിട്ടുണ്ടോ? ആ ട്രാക്ക് കണ്ണടച്ചു അധികം പ്ലേ ആ പാട്ട് തമ്മിൽ. ഹോപ്പ് ഇത്തമ്പ അതൊരു ഫുൾ പവർ ട്രാക്കാണ്. കുറച്ച് ടെമ്പോ, ഹൈ ടെമ്പോ ട്രാക്കാണ്. ശരിക്കും ഈ ടൈപ്പ് ഓഫ് ഒരു ജോണർ മ്യൂസിക് സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ടെക്നോ വേൾഡ് മ്യൂസിക് ഒക്കെ അങ്ങനത്തെ ഒരു ജോണർ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിന്ന് പോയിട്ടുണ്ടോ? എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് ടൈം ടേക്കിംഗ് ആണ്. ഇതിപ്പം നമ്മൾ തന്നെ ഇപ്പം എല്ലാ ജോണറുകളും പുതിയതല്ല, പുതിയ ജോണേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം എക്സ്പെരിമെൻ്റ് ആണ്. നമ്മളിത് ആൾക്കാർക്ക് കേൾപ്പിച്ചു കൊടുക്കണം, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാവണം. അപ്പം നമ്മൾ ഓരോ ട്രാക്കും നമ്മൾ
വർക്ക് ചെയ്തതിന് ശേഷം നമ്മളത് ലൈവ് പ്ലേ ചെയ്ത് അതെങ്ങനെയുണ്ട് റെസ്പോണ്ട് ക്രൗഡിൻ്റെ നിന്ന് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകാറ്. ലൈക്ക് സ്റ്റുഡിയോ കയറുന്നതിന് മുന്നേ ഒരു 3 തവണയോ 4 തവണയോ ലൈവിൽ നമ്മൾ പ്ലേ ചെയ്യാറുണ്ട്. അപ്പോൾ ആ വൈബ് നമുക്ക് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഇത് വർക്ക് ആവും. ചിലത് വർക്ക് ആവാത്ത പല ട്രാക്കുകളും നമുക്കുണ്ട്, അങ്ങനെ വർക്ക് ആവാത്ത ട്രാക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അപ്പൊ എന്താ ഓഡിയൻസ് കിട്ടിയത്? കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ ഡാൻസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എങ്കിൽ പോലും നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ പാട്ടിന്റെ ഒരു അവസ്ഥ. ആ ഒരു നമുക്ക് തന്നെ പ്ലേ ചെയ്യുമ്പോൾ ഒരു എനർജി വരും. ആ എനർജി ചിലപ്പം പാട്ടിൽ ഒരു ചില ഭാഗത്ത് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ റീവർക്ക് ചെയ്യാൻ നന്നാക്കാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. അത് പണിപ്പുരയിൽ ഇട്ടിട്ടത് നമ്മളിപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞ ട്രാക്കുകൾ വരെ റെക്കോർഡ് ചെയ്യാൻ, അതായത് റിലീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി വർക്ക് ചെയ്താൽ ചിലപ്പോൾ നന്നാവും. വർക്ക് ചെയ്യും, ഒഴിവാക്കിയതല്ല, വർക്ക് ചെയ്യും, മാറ്റി വെച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ പറയാം. ശരിക്കും നിങ്ങൾ ലൈവ് പെർഫോം ചെയ്യുന്നതിന് മുൻപുള്ള ഒരു പവറോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? നിങ്ങൾ എല്ലാരും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരുമിച്ച് കൈകോർത്തൊന്ന് ഒരു പരിപാടി ഉണ്ട്. അത് നമ്മളുടെ പരിപാടി ആക്ച്വലി നമുക്ക് കാണാൻ പറ്റില്ല. അതെ, ഇല്ല അത് നമ്മുടെ എനർജിയുടെ അത് പറയാൻ പറ്റില്ലല്ലോ. കുറച്ച് കാലം കൂടെ കഴിഞ്ഞിട്ട് ഒന്നുമില്ല, നമ്മൾ തമ്മിൽ ഒരു എനർജി പാസ് ചെയ്യും. പിന്നെ അതിലൊരു ഹൂ എന്നുള്ള ഒരു സാധനമുണ്ട്, അത് ഒന്നുമില്ല, ഹോൾഡപ്പ് ആയിട്ടുള്ള ഒരു സാധനം. ആ ഹൂ ഒരു 3 പ്രാവശ്യം ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റേജിൽ കയറാറ്. ശരിക്കും പെർഫോം ചെയ്യുന്നതിന് മുൻപ് ഒരു ശംഖ് ഊതുന്ന, അതെ, അതെന്താ അതിനെ പറ്റി ഒന്ന് പറയൂ. അത് ശംഖ് പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഏൻഷ്യൻ ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ പറഞ്ഞതിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ആദ്യത്തെ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ഒരു 3 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ആ ഏരിയ എത്രയോ സറൗണ്ടിങ് ഇത്ര ചുറ്റളവിൽ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മളത് ഫസ്റ്റ് തൊട്ടേ ഈ ശംഖ എന്നുള്ള ഒരു കാരണം അത് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇഷ്ടമാണ് ആ വൈബ്രേഷൻ, അതും വൈബ്രേഷനാണ്. നിങ്ങൾക്ക് അപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടോ ആ ഒരു പോസിറ്റീവ് എനർജി? പിന്നെ ആ സൈലന്റ് ആവും, അതായത് ആ ക്രൗഡ് നമ്മൾ പ്ലേ ചെയ്യുന്നതിന് മുന്നേ ഫുൾ കലകല എന്നുള്ള സൗണ്ട് ഒറ്റ ശങ്കിലെ ഫസ്റ്റ് ശങ്കിൽ ഫുൾ സൈലന്റ് ആവും. അപ്പം അത് ഭയങ്കര എനർജി തരുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നതെല്ലാം ഒരു പെർഫോമൻസ് തുടങ്ങുന്നതിന് മുൻപാ. തുടങ്ങി ആ ഒരു പീക്ക് ലെവൽ എത്തില്ലേ നമ്മുടെ സ്റ്റേജിൽ, അപ്പൊ ഈ ഓഡിയൻസിന്റെ കിട്ടുന്ന ഒരു പവർ ഇല്ലേ, അത് നമുക്ക് പറയാൻ പറ്റുമോ? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യല്ലേ. പക്ഷെ എന്തെങ്കിലും ഒരു സാധനം ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കത് മനസ്സിലാവും എന്നുള്ളത്. അതുപോലെ വർക്ക് ചെയ്ത ട്രാക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, അതെങ്ങനെ മനസ്സിലാവും? അത് അവരുടെ ഫേസ് കാണുമ്പം നമുക്ക് ചിലപ്പം ഓഡിയൻസിനെ കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു എനർജി കിട്ടും. ബേസിക്കലി സോങ്സ് വർക്ക് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ മൂവ് ചെയ്യാനുള്ള ഒരു ഫീലിംഗ് തോന്നൂലേ, അത് ഇല്ലെങ്കിൽ അതെങ്ങനെ ആയാലും ആൾക്കാർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമ്മൾ ഉള്ളിലുള്ളൊരു ഡാൻസർ, എനിക്ക് അങ്ങനെയാണ്, മൂവ് ചെയ്യാൻ നമുക്ക് തോന്നണം. നമ്മൾ ചെയ്യുന്ന സാധനം അത് മൂവ് ചെയ്യാൻ തോന്നിയിട്ടില്ലെങ്കിൽ അത് വർക്ക് ആവുന്നില്ല. അത്രേ ഉള്ളൂ ബേസിക് സാധനം. ഗ്രൂവ് ഇല്ലെങ്കിൽ അത് വർക്കല്ല. ഓ അങ്ങനെ. ഹരിയിലേക്ക് ഞാൻ വരാന്ന് പറഞ്ഞത്, ഞാനൊരു പെർഫോമൻസ് കണ്ട സമയത്ത് എല്ലാവരും നല്ല പവർ പെർഫോമൻസാ. ഒരാൾ മറ്റേ സൈഡിൽ ഇരുന്നിങ്ങനെ സ്വന്തം ഓൺ വേൾഡിലാ, സ്വന്തം മൂഡിലാ. അപ്പൊ നമ്മളെല്ലാം നോട്ട് ചെയ്യുകയും ചെയ്തു. അതെന്താ അങ്ങനെ? ശരിക്കും അങ്ങനെയാണോ? സ്വന്തം ഇപ്പൊ മുന്നേ പറഞ്ഞ കണ്ണടച്ചിട്ട് ആ സ്വന്തം വേൾഡിലാണോ നിൽക്കുക? അത് റോൾസ് ചേഞ്ച് ആവലുണ്ട് ആക്ച്വലി. ചില ഷോസ് ഒരേപോലെ ഇരിക്കും, ഞാൻ ആകെ സോൺ ഔട്ട് ഇങ്ങനെ എവിടെയോ പോകണ്ടാവും. അങ്ങനെ നമുക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ല. അല്ല, ഞാൻ എനിക്ക് അറിയാൻ പറ്റുന്ന ചോദിക്കാം, ശരിക്കും അങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ? കാരണം മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് ആയിട്ട് ഒട്ടും കോൺഷ്യസ് അല്ലാണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം വേൾഡിൽ ഒരു പോയിന്റിൽ നമ്മൾ എത്തും, നമ്മൾ അറിയാതെ. അതെ, അതാ പറയുന്നത്. അത് കണ്ണുകൂട്ടി ഒരു സമയത്ത് പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിനനുസരിച്ചാണ് അത് എന്തായാലും എത്തും. അത് എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു? കാരണം മ്യൂസിക് വെച്ചാൽ ഭയങ്കര റിലാക്സ് ആണ്. ഇത് നമ്മൾ പ്ലേ ചെയ്യുന്ന സാധനങ്ങള് നമ്മൾ റിലാക്സ് ആയിട്ട് വായിക്കാം, നമ്മള് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, റിലാക്സ് ആയിട്ട് വായിക്കാം. അത് എനിക്ക് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഹരിയുടെ പെർഫോമൻസ് ആണ്. ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ടൈമിലില്ല, ഇറ്റ് വാസ് നൈസ്. കാരണം അപ്പോഴും നമുക്കൊരു ആള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, അപ്പൊ നമുക്കും അത് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇറ്റ് വാസ് നൈസ്. നമ്മൾ എൻജോയ് ചെയ്താണ്ട് ഇല്ലാണ്ട് കാര്യമില്ലല്ലോ. ശരിയാണ്. ഇപ്പൊ ഈ പെർഫോമൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് ഒരു ബ്രദർഹുഡ് ആണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അതിന്റെ ഇടയ്ക്ക് തന്നെ ഈ പെർഫോമൻസിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട പെർഫോമൻസിന്റെ ഇടയ്ക്ക് മുന്നേയും അശ്വിനും തമ്മിൽ ചിരി ബഹളങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക്? അത് മാനേജ് ചെയ്യുന്ന അതാ പറഞ്ഞ ആ കണക്ഷൻ. ശരിക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? യെസ്, കമ്മ്യൂണിക്കേഷൻ ഇല്ല. അത് നമ്മൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ അത് കഴിഞ്ഞു. അതായത് മ്യൂസിക്കലി കമ്മ്യൂണിക്കേഷൻ അല്ലാത്ത എനർജി കണക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ പണ്ട് കുറച്ച് മുന്നേ വരെ നമ്മൾ ബാൻഡ് ടൈറ്റ് ആവുന്നതിന് മുന്നേ ഒരു പോർഷൻ നമ്മൾ ഒരു 3 പ്രാവശ്യം പ്ലേ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ലൈവിൽ അത് 4ാമത്തെ പ്രാവശ്യം ആവും.
അറിയാതെ നാല് സൈക്കിളാവും. അതായത് 3 സൈക്കിളായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പം 4ാമത്തെ സൈക്കിൾ കഴിഞ്ഞാൽ കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ കാണും. അതെല്ലാവർക്കും അറിയാം ആ കണക്ഷൻ. നമ്മൾ അത് ആ ബോണ്ടാണ്. അത് നമ്മൾ തമ്മിൽ ചിലപ്പോൾ അശ്വിന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ജോയൽ ബാക്കിൽ നിന്ന് കാണും. അങ്ങനെയൊക്കെയുള്ള ഒരു ആ ഒരു ബോണ്ട്. നൈസ്. ആൻഡ് ഇപ്പത്തെ കമ്മ്യൂണിക്കേഷൻ എന്താ? ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ എനർജി നമ്മൾ ടൈറ്റ് ആയി ബാൻഡ് ട്രാക്ക് എല്ലാം പ്ലാൻഡ് ആണ്. അപ്പം അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ആ കണ്ണ് കളി വേണ്ട. സോ നമ്മൾ ചുമ്മാ നോക്കി ചിരിച്ച എനർജി സെറ്റ് അല്ലേ? നമ്മളെ ട്രാക്കിലില്ലാത്ത സാധനങ്ങൾ ചില ഇംപ്രവൈസേഷൻ സ്റ്റേജിലൊക്കെ വായിക്കാം. അപ്പൊ നമ്മള് ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ കുറച്ച് മുന്നത്തെ കാര്യത്തിൽ പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ആ സമയത്ത് എന്തെങ്കിലും അബദ്ധങ്ങളോ അല്ലെങ്കിൽ നീ ഇത് വായിച്ചാ ഞാൻ അതാണ് കൂടുതൽ നന്നായിട്ടേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ ലൈവിലാണെങ്കിലും എല്ലാവരും അവരുടേതായ സാധനം ഇടുമ്പോ അത് ഇപ്പൊ പറഞ്ഞ പോലെ കോൺട്രിബ്യൂഷൻ ചോദിച്ചാൽ മ്യൂസിക്കിലാണ്. അതായത് നല്ല സാധനമാണോ വരുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോ പുതിയതായിട്ട് കേൾക്കുമ്പോ അറിയാതെ അവരെ നോക്കിയിട്ട് കൊള്ളാലോ സാധനം, ആ സാധനം അങ്ങ് വന്നു. അപ്പൊ ഒരിടത്തും അത് പാളി പോയിട്ടില്ല. ഇല്ല, പാളി പോവാറുണ്ട്. ചിലപ്പോ സ്ലിപ്പ് വരുമ്പോൾ നമ്മൾ അതേപോലെ ചിരിക്കും. പക്ഷെ അത് അവർക്ക് മനസ്സിലാവത്തില്ല, നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പെർഫോം കഴിഞ്ഞിട്ട് ചിരിക്കും. ചിലപ്പോ അത് ഓർമ്മയുണ്ടാവും, അതങ്ങ് തീരും. ഓ നൈസ്. ശരിക്കും ഇപ്പൊ പെർഫോമൻസ് കഴിഞ്ഞ് നമ്മൾ ഇൻസൈഡ് ഷങ്ക ട്രൈബിലേക്ക് വരാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ബോണ്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഒബ്വിയസ്ലി ഡിഫറെന്റ് ഓഫ് ഒപ്പീനിയൻസ് വന്നേക്കാം. വഴക്ക് വരും, അടിപിടി വരും. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? വഴക്കിട്ടിട്ട് 2 ദിവസം ഉണ്ടായിരിക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടോ? കുറവാണ് അങ്ങനത്തെ ഒരു വഴക്ക്. ഇപ്പൊ പറഞ്ഞത് ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞ അശ്വിന ഫിൽട്രേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ട്. നമ്മള് എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഒരു ഐഡിയ, ബേസിക് ഐഡിയ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഓ മൈ ഗോഡ്, അടി ഉണ്ടാവാറില്ലെന്നാ പറയണേ. എന്തിനാണ് വെറുതെ കൈ വെച്ചേ തൊട്ടേ ഒന്ന് തൊട്ടെ. ഓക്കെ മതില്ലേ? ഇത് വരുമോ? അടി ആയാൽ അപ്പൊ ഞാൻ ടെൻഷൻ അടിക്കാറ് എന്തോ ഒരു അടി മനസ്സിലാവും എന്താണ് അവരവരുടെ റോളുകള്. പിന്നെ അത് ഒരുമിച്ച് വരുമ്പം അതാണ് ആ ഒരു മാജിക് ഒരുമിച്ച് വരാറുണ്ട്. നമുക്ക് അങ്ങനെ എന്തോ ഒരു എല്ലാരും അവരവരുടെ സ്പേസ്, എല്ലാവരുടെയും സ്പേസിനെ റെസ്പെക്ട് ചെയ്ത് ഒന്നിക്കണ്ടപ്പോ ഒന്നിച്ച് മാറിക്കണ്ടപ്പോ മാറിയെന്ന് അങ്ങനെ ജീവിക്കുന്നോണ്ടായിരിക്കാം ഒബ്സർവ് ചെയ്ത് കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതായിരിക്കാം അത് ആ സ്പേസ് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോ പറഞ്ഞ പോലെ അലമ്പാണെങ്കിൽ നമ്മുടേതായ അലമ്പാണ്. അതേപോലെ സ്പേസ് ഉണ്ട് എല്ലാവർക്കും ആ ഒരു അല്ലേ. നിങ്ങൾ ശരിക്കും ഇവിടുന്ന് ഒരു ബ്രേക്ക് എടുക്കുമോ? അതായത് ഇപ്പം ലൈക്ക് അതർ ദാൻ മ്യൂസിക് വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോബീസ്, അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ ഒരു എന്റർടൈൻമെന്റ്? മ്യൂസിക് തന്നെയാണ് നമ്മുടെ അല്ലേ. എനിക്ക് കുറച്ച് വീഡിയോ പരിപാടി ഉണ്ട്. എന്ത് വീഡിയോ പരിപാടി? ഞാൻ കുറച്ച് ഇങ്ങനെ വീഡിയോ ഡയറക്ഷൻ, മ്യൂസിക് വീഡിയോസ് ഡയറക്ഷനും എഡിറ്റിംഗ്, കളറിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ സൈഡിലോട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കോർപ്പറേറ്റ് സൈഡിലേക്കും കുറച്ച് മോഷൻ ഗ്രാഫിക്സ് ഡിസൈനിങ് അങ്ങനത്തെ ഒരു ലൈൻ ഇങ്ങനെ അതാ അങ്ങനത്തെ ഒരു പരിപാടി. ഡയറക്റ്റ് IT ജോബ് ചെയ്യുന്ന ആളാണ്. സോ അങ്ങനെ എല്ലാരെ പറ്റി പറയണ്ട. മ്യൂസിക് തന്നെയാണ് എനിക്ക് മ്യൂസിക് തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ട. സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളാണോ? മൂവീസ് കാണും. അതന്നെ മ്യൂസിക്, ട്രാവൽ, പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളായിട്ടും അങ്ങനെയൊക്കെ. ഒരു പട്ടിക്കുട്ടി ഉണ്ട്, ആ പട്ടിക്കുട്ടീൻ്റെ കൂടെ അതാണ്. ഇങ്ങനെ അതർ ദാൻ മ്യൂസിക് വേറെ എന്തൊക്കെയാണ്? ഇപ്പൊ കൃഷിയുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സാമ്പിൾ? മുന്നേ ആക്ച്വലി ഇതുണ്ടാക്കും, ലൈക്ക് കുറച്ച് കൈപ്പണികളുണ്ട്. അപ്പം ഇന്നലത്തെ ഷോയിലൊക്കെ ഒരു സാധനം ഇട്ടിരുന്നു, അതൊക്കെ മുന്നേ ഉണ്ടാക്കിയ സാധനം ഓർണമെന്റ്സ് ഉണ്ടാക്കും. ചെറിയ കുറച്ച് ഗ്രാഫിക്സ്. ഇച്ചിരി മുമ്പ് എന്താ പറഞ്ഞിട്ട് ഒന്നുമില്ല, ഡയറക്റ്റ് ചെയ്ത വീഡിയോ. എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രോയിങ്? എന്താ അങ്ങനെയൊന്നുമില്ല, തോന്നുന്നത് അപ്പം വരയ്ക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് വരയ്ക്കാൻ ഇപ്പൊ വളരെ കുറവാണ് വരയ്ക്കുന്നത്. പിന്നെ ഡയറക്റ്റ് ചെയ്യണം, ഒരു മൂവി ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് സിനിമയിലേക്ക്. മ്യൂസിക് ഡയറക്ഷനേക്കാളും കൂടുതൽ ഡയറക്റ്റ് ചെയ്യാനാണ് താല്പര്യം. അതിനെന്തെങ്കിലും ജോണർ അങ്ങനെയൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്? ജോണർ എനിക്ക് എൻ്റെ ഒരു ജോണർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ജോണറിലുള്ള വരുന്ന രീതിയിലുള്ള. ഹരിക്കെന്താ ഇനി ഒന്നുമില്ലാന്ന് പറയാൻ പറ്റില്ല, എല്ലാരും പറഞ്ഞു പോയി. മ്യൂസിക് തന്നെയാണ്, സെഷൻസ് പ്ലേ ചെയ്യും,
പിന്നെ എക്സ്പെരിമെന്റ് ചെയ്യും മ്യൂസിക്കിൽ തന്നെ. വേറെ 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 എന്താ ജോണേഴ്സ് ട്രൈ ചെയ്യും. ഇപ്പൊ ഫിലിമിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ മലയാളം മൂവീസിലൊക്കെ അധികം ഈ ഒരു ജോണർ ടൈപ്പ് ഓഫ് മ്യൂസിക് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഐ ഡൗട്ട്. അപ്പൊ അങ്ങനെ അത് ശരിക്കും നമ്മുടെ മൂവീസിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ, വർക്ക്ഔട്ട് ആവുമോ? നമ്മൾ ഒരുവിധം കുറച്ച് ഒരു ഇയർ തൊട്ട് നമ്മൾ കുറച്ച് മലയാളം മൂവീസിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. മായാനദി, കുമ്പളങ്ങി, അങ്ങനെ റെക്സൈറ്റിൻ്റെയും സുഷിൻ ശ്യാമിൻ്റെയും കുറച്ച് പടങ്ങളിൽ ഞാനും അശ്വിനും ലിബിനും എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശങ്ക ട്രൈബിൻ്റെ മ്യൂസിക്കുകൾ പടത്തിൽ വരുന്നുണ്ട്. അതായത് നമ്മുടെ അറിയുന്ന ആൾക്കാർ, അപ്പം നമ്മളെ അറിയുന്ന ആൾക്കാർ നമ്മളെ ഇൻസ്ട്രുമെന്റ് കേൾക്കുമ്പോൾ ആ മൂവീസിൽ നമ്മൾ അത് കേട്ടപ്പോൾ സന്തോഷമുണ്ട്. അപ്പം റെക്സൈറ്റിൻ്റെ പാട്ടുകളാണെങ്കിലും സുഷിൻ്റെ പാട്ടുകളിലും നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകളാണ്. സോ അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഉണ്ട്, നമ്മളെ ജോണർ വരുന്നുണ്ട്. ഇപ്പം നമ്മളെ പാട്ട് പോലെ തന്നെ വേറെ കുറേ പാട്ടുകൾ ഇറങ്ങുന്ന പോലെ നമുക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും ഇൻഡിവിജ്വലി നിങ്ങളുടെയൊക്കെ മ്യൂസിക് ടേസ്റ്റ് എന്താ? അതായത് നമ്മുടെ ഇപ്പോൾ ട്രോളൊക്കെ കാണാറില്ലേ, മറ്റേ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് ജയചന്ദ്രൻ്റെയും എം ജി ശ്രീകുമാറിൻ്റെ ഒക്കെ പാട്ട്, സുജാതയുടെ ഒക്കെ പാട്ട് കേൾക്കുന്നത്. അതിൽ ഇൻഡിവിജ്വലി നിങ്ങൾക്കൊരു മ്യൂസിക് ടേസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ഈ ജോണർ തന്നെയാണോ? ലിബിനും തുടങ്ങാം. കേൾക്കാറുണ്ട്, പണ്ട് നമ്മൾ കേട്ടിരുന്നു. എങ്ങനത്തെ ടൈപ്പ് ഓഫ് മ്യൂസിക്? ഇപ്പൊ പക്ഷെ കൂടുതലും നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഒരു രീതിക്കുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ കൂടുതൽ അങ്ങനെയായി മാറി. കേട്ടിട്ടില്ല എന്നല്ല, നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അല്ല, റെഗുലർ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു ഫോളോ ചെയ്യും. ഇപ്പൊ പണ്ടത്തെ മലയാളം അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ തമിഴ് പാട്ടുകളൊക്കെ അങ്ങനെ ഫോളോ ചെയ്യാറുണ്ടോ? കൂടുതൽ അങ്ങനെ പാട്ട് കേൾക്കണം. സത്യം പറയട്ടെ, നമ്മുടെ വർക്കാണല്ലോ, അതുകൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാ, പുറത്തിറക്കുക എന്നുള്ളതാണ്, റിലീസ് ചെയ്യുക എന്നുള്ളത്. അശ്വിന് എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നെയും പാട്ട് കേൾക്കല് ഡെറിക്കിന്റെ വീട്ടിൽ പോകുമ്പോ ഡെറിക്കോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ട്രാക്ക് പ്ലേ ചെയ്യുന്നുണ്ടാവും. അന്നപ്പോ കുറെ ഇങ്ങനെ കേൾക്കും. ആക്ച്വലി ഡെറിക്കിനോടാണ് ചോദിക്കണ്ടേ എന്ത് ടൈപ്പ് ഓഫ് ട്രാക്ക് പ്ലേ ചെയ്യണേ. ഇവരങ്ങനെ ഒരു ട്രാക്കുകൾ അങ്ങനെ വെച്ച് പ്ലേ ചെയ്യുന്ന ഒരിക്കലും ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുവോ അങ്ങനെ ഒന്നും ചെയ്യാറേയില്ല. പിന്നെ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോ എന്തായാലും മ്യൂസിക് വെക്കുമല്ലോ. അപ്പോ നമ്മള് ഇങ്ങനത്തെ ഒരു ജോണറിന് പറ്റിയ പോലത്തെ മ്യൂസിക്കുകളെ വെക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ടെക്നോയും കുറച്ച് ട്രാൻസ് എലമെന്റ്സ് ഒക്കെ ഉള്ള കുറച്ച് ഡാൻസ് കളിപ്പിക്കുന്ന പോലത്തെ മ്യൂസിക്കുകളാണ് ഞങ്ങൾ വെക്കുക. പിന്നെ ഇതേപോലെ വെറുതെ ഇരിക്കുമ്പോൾ മലയാളം പാട്ടുകളൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കും. ഉറപ്പായിട്ടും മലയാളം പാട്ടും തമിഴ് പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ കുറേ മലയാളം പാട്ടുകളും തമിഴ് പാട്ടുകളും പിന്നെ ഇതേപോലെ ടെക്നോ സോങ്സും ഒരു ടൈമിൽ ഏതാ ഇഷ്ടപ്പെടുന്നത് അത് ചിലപ്പം കുറേ ദിവസം ഇരുന്ന് കേൾക്കും. എല്ലാം കേൾക്കും. അതായത് കൂടെ ആരെങ്കിലും ഉണ്ടാവും പ്ലേ ചെയ്യാൻ. അപ്പം ഞാൻ പ്ലേ ചെയ്യുന്നതിനേക്കാളും മുമ്പേ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. ആ പാട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാന്ന് പറഞ്ഞാൽ അത് കേൾക്കും. ഇത് കൊള്ളൂല എന്ന് പറഞ്ഞാൽ അതും കേൾക്കും. അപ്പം എല്ലാം കേൾക്കും. എല്ലാം പോകുന്നു ഇവിടെ എന്നാ കേൾക്കാൻ വേണ്ടി, അതായത് എന്താ കൊള്ളാത്തതെന്നുള്ളത് അറിയാൻ വേണ്ടി. അങ്ങനെ കൊള്ളൂല എന്നല്ല, എല്ലാം കേൾക്കും. ഹരി എല്ലാം ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാം മ്യൂസിക് ആണല്ലോ. എന്തെങ്കിലും ഉണ്ടാവും അതില്ല, ചിലപ്പോൾ അതിലുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്ന പറയാൻ പറ്റാം. ഇതെല്ലാം കേൾക്കും. റീസെന്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു മലയാളം ഫിലിം സോങ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകൾ എന്തൊക്കെയായിരിക്കും, ഏതൊക്കെയാ? രാഖു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് നമ്മുടെ, രാഖു. അവൻ പാടിയൊരു പാട്ടുണ്ട് ഇപ്പോ, ഇളക്കോഴിയല്ലേ, എന്ന് പറഞ്ഞൊരു മലയാള പാട്ട്. നല്ല പാട്ടാണ്. മൂവി സോങ് ആണോ? ഏത് മൂവിയുടെ ഫഹദ് ഫാസിലിന്റെ ഒരു പടം അറിയില്ല, ഓടും കുതിരച്ചാട്ടം? അതല്ല, അല്ല മറ്റേത് അർജുന മാർക്കറ്റ് ചെയ്യുന്ന തലവര. സോറി, അത് അതിനകത്ത് അശ്വ വായിച്ചിട്ടുണ്ട് ബേസ്, അതുകൊണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്ത എന്താ ഗബ്രി ചെയ്ത ഹിപ്ഹോപ്പ് ട്രാക്ക്, അതിൽ അശ്വിൻ വർക്ക് ചെയ്ത എല്ലാം കേൾക്കാറുണ്ട്. പറഞ്ഞ ന്യൂ റിലീസ്ഡ് മൂവി ട്രാക്സ് ഒക്കെ കേൾക്കാറുണ്ട്. മലയാളം തന്നെയാണ് ഇപ്പൊ കേൾക്കുന്നത്. എന്താ വെച്ചാൽ നല്ല ട്രാക്സ് വരുന്നുണ്ട് മലയാളത്തില്, നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാം കേൾക്കാം. നമുക്ക് ഫ്യൂച്ചർ പ്രൊജക്ട്സിലേക്ക് വരാം. ആൾക്കാർ ആരൊക്കെയാണ്? നമ്മൾ വേടനായിട്ട് ഉള്ളതാണ് ഇനി ഉള്ളൊരു പരിപാടി. വേടനായിട്ടൊരു റാപ്പും നമ്മളെ കുറെ ഐ തിങ്ക് ശങ്ക തുടങ്ങിയ ടൈമിൽ തൊട്ടിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സോങ് ആണ്. അതിന്റെ കുറെ 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 വേർഷൻസ് ആയി. ഇപ്പൊ ലാസ്റ്റ് ഉള്ള വേർഷൻ വി ആർ ഹാപ്പി. അതായത് 8-10 വർഷമായിട്ടുള്ള ഒരു ട്രാക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ട്രാക്കുകളിൽ ഒന്നാണ്. അത് ഇവോൾവ് ആയി ഒരു സ്റ്റേജിലെത്തി, ഒരു പോയിന്റ് എത്തിയപ്പോൾ നമുക്ക് തോന്നി ഒരാളെയും കൂടെ ഫീച്ചർ ചെയ്യാം. അങ്ങനെ വന്ന ഒരാൾ ആണ് വേടൻ. അത് കറക്റ്റ് ജെല്ലായി. എന്തോ ഒരു മിസ്സിംഗ് ഉള്ള ഒരു സാധനം അവിടെ കറക്റ്റ് ഫില്ലായി. എങ്ങനെയായിരുന്നു വേടനായിട്ടുള്ള വർക്കിംഗ്? നല്ല അടിപൊളിയല്ലേ? പുള്ളി അടിപൊളിയാണ്. പുള്ളിയുടെ
ഭയങ്കര ടാലൻറ്റഡ് ആണ്, ലിറിക്കലി ഭയങ്കര അർത്ഥവത്തമായ സ്ട്രോങ് ആണ്. സോ ഗുഡ്, റിയലി ഗുഡ്. വെയിറ്റിംഗ് ആണ്, നമ്മൾ എക്സൈറ്റഡ് ആണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ പെർഫോമൻസ് കാണാൻ പറ്റുമോ? പെർഫോമൻസ് ഇതിലെ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ദ വേ ജോയൽ ആൻഡ് ലിബിൻ അത് എടുത്ത സാധന നോക്കി 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 ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതായിരിക്കാം ചിലപ്പോൾ അല്ലേ? ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കില്ലേ? ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ട്രാക്കാണ്. അടിപൊളി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മൾ കുറേ നേരം സംസാരിച്ചു, കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. അപ്കമിങ് ആയിട്ടുള്ള ട്രാക്സ്, വന്ന ട്രാക്സ് ആൻഡ് ഹൗസ് ദിസ് ജേർണി ഗോയിങ്. ഭയങ്കര എന്താ പറയുക, സന്തോഷമുണ്ട് പേഴ്സണലി നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റിയതിലും. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നീ വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ എല്ലാ പ്രൊജക്ട്സിനും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിരിക്കും. താങ്ക് യു Thank you so much. Yes.